ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 7-ാം സ്കന്ധം 14-ാം അധ്യായം. സദാചാര നിർണയം തുടർച്ച. യുധിഷ്ഠിരൻ പറഞ്ഞു, എന്മട്ടെഴും ഗൃഹാസക്തരെ തനുഷ്ഠിക്കിലഞ്ജസാ പ്രാപിക്കും മോക്ഷപദം എന്നരുൾ ചെയ്ക മഹാമുനെ. ശ്രീനാരദൻ പറഞ്ഞു, നിഷ്കാമം ഗൃഹകൃത്യങ്ങൾ കൃഷ്ണാർപ്പണപരങ്ങളായി ചെയ്തുപാസിക്കണം രാജൻ മഹാമുനികളെ ഗൃഹി. വീണ്ടും വീണ്ടും യഥാകാലം ഭഗവച്ചരിതാമൃതം ഭക്തന്മാരൊത്തു സശ്രദ്ധമാസ്വദിക്കുന്നൊരഗൃഹി. എന്നായാലും നശിക്കും തൻ ദേഹഗേഹാദിയെ ക്രമാൽ സ്വപ്നാഭമായി കണ്ടു ശക്തി സത്സംഗത്താൽ ത്യജിക്കണം. വിരാഗിയായും ഗൃഹിയായി ജീവിക്കും നാൾ വരേക്കവൻ ചരിക്കണം രാഗിയെപ്പോൽ ഗൃഹധർമ്മം യഥോചിതം. പിതാക്കൾ, പുത്രർ, ബന്ധുക്കൾ, സോദരന്മാർ, സുഹൃജ്ജനം ഇവർ തന്നിച്ഛയും വാക്കും നിർമ്മമം സ്വീകരിക്കണം. വിണ്ണും മഞ്ഞും വാനുമേകം ഭഗവത് കൽപ്പിതം ധനം സമസ്തമുപയോഗിച്ചും ഗൃഹധർമ്മം നടത്തണം. പ്രാണൻ നിർത്താൻ എത്ര വേണം അതേ കാണാവൂ തൻ്റെതായി, ബാക്കിയും തൻ്റെതായി കാൺമോൻ ചോരൻ ദണ്ഡാർഹനാണവൻ. പശു, പാമ്പെലി, മാർജാരൻ, കാക്ക തൊട്ടവയേയുമേ സ്വപുത്രരെ പോൽ കാണേണം. എന്തുവാൻ തമ്മിലന്തരം ത്രിവർഗം നേടുവാൻ പാടുപെടേണ്ട ഗൃഹമേധിയും ദേശകാലോചിതം ദൈവായത്തം വിത്തം ഗ്രഹിക്കണം. ശ്വാനചണ്ഡാലപര്യന്തം ഭോഗ്യങ്ങൾ വിഭജിക്കണം. സ്വപത്നിയെയും സൽക്കാരത്തിങ്കൽ തൽപരയാക്കണം. ആർക്കായി പ്രാണൻ സന്ധ്യജിപ്പൂ കൊൽവൂ പിതൃഗുരുക്കളെ. അപ്പെണ്ണിലും സ്വത്വബുദ്ധി വിട്ടോന്നീശൻ വശങ്കതൻ കൃമിഭസ്മാദിയായി പോം ഇത്തുച്ഛമാം ദേഹമെങ്ങുവാൻ. തദ്ഭോഗ്യയവളെങ്ങാത്മാവെങ്ങാകാശബൃഹത്തമം. യജ്ഞാവശിഷ്ടാർത്ഥത്താൽ താൻ നിത്യവൃത്തി കഴിക്കണം. ശേഷിച്ചതന്യർക്കേകേണമേവം സത്പദമാർന്നിടാം. തന്നെയും പഞ്ചയജ്ഞാധിദൈവതങ്ങളെയും തഥാ സ്വധനത്താൽ യജിക്കുന്നതത്രേ സർവേശ്വരാർച്ചനം. അധികാരം ധനം തൊട്ടതെല്ലാം ഉണ്ടെന്നിരിക്കിലോ. വിസ്തരിച്ച് അഗ്നിഹോത്രാദി ചെയ്തും പൂജിക്ക വിഷ്ണുവേ. വിപ്രന്മാർ തൻ മുഖത്തൂടെ കിട്ടും അന്നത്തിലെന്ന പോൽ അസർവയജ്ഞഭുക്ക് അഗ്നിമുഖത്താൽ തൃപ്തനായിടാ. അതിനാൽ വിധി പോൽ വിപ്രദേവമർത്യാദിപൂജയാൽ ക്ഷേത്രജ്ഞനെ യജിക്കേണം ഗേഹി വിപ്രാനുസാരിയായി. പിതൃക്കൾക്കൊക്കെയും പ്രോഷ്ഠപദത്തിൽ കഴിവിൻപടി കറുത്തവാവിന്നാൾ ശ്രാദ്ധമൂട്ടണം ധനിയാം ദ്വിജൻ. അയനം വിഷുവും വാവും വ്യതിപാതം ദിനക്ഷയം ഗ്രഹണം ദ്വാദശി. തിരുവോണം തൊട്ടു ദിനത്രയം. കാർത്തികത്തിങ്കൽ നവമി. വൈശാഖത്തിൽ തൃതീയയും 4 അഷ്ടകകളും. മാഘത്തിങ്കൽ സപ്തമിയും തഥാ. മാസനക്ഷത്രങ്ങൾ ഒത്തുവരും ശുഭദിനങ്ങളും. ജന്മക്ഷമോ ശ്രാവണമോ വന്നാൽ അനിഴമോ തഥാ. ശ്രോണമോ ദ്വാദശിക്കായാൽ ഏകാദശിയോട് ഉത്രമോ ഉത്രാടമോ പിന്നെ ഉത്രട്ടാദിയോ ചേർന്നതാകിലും. ആ നാളുകളും പുണ്യകാലമാകയാൽ അദ്ദിനങ്ങളിൽ ശ്രാദ്ധാദിയാൽ മർത്യജന്മം നൂനം സഫലമായി വരും. സ്നാനം, ജപം, വ്രതം, ഹോമം, ദാനം, ബ്രാഹ്മണ പൂജയും പിതൃദേവാദ്യർപ്പണവും ഇക്കാലങ്ങളിൽ ഉത്തമം. പത്നീപുത്രാദി സംസ്കാര നാളുകൾ, ദീക്ഷാദിനങ്ങളും ശ്രാദ്ധനാൾ, ശവസംസ്കാരം ചെയ്ത നാളിവയും ശുഭം. ഇനി ശ്രേയസ്സണയ്ക്കുന്ന ദേശങ്ങളെയുരയ്ക്കുവൻ എങ്ങീശ സൽകൃപാപാത്രം വാഴ്വത് അദ്ദേശമുത്തമം. സർവാത്മാവാമീശ്വരൻ തൻ പ്രതിപാദിയെഴും സ്ഥലം. തപോ വിദ്യാദയാശുദ്ധർ വിപ്രർ വാഴും പ്രദേശവും. ഹരിപൂജ നടത്തുന്ന സർവദിക്കുകളും തഥാ പ്രശസ്ത ഗംഗാദി പുണ്യസ്രവന്തികളും. അവിധം പുഷ്കരാദി തടാകങ്ങൾ ഭക്തർ വാഴുമിടങ്ങളും. കുരുക്ഷേത്രം, ഗയ, തഥാ പ്രയാഗ, പുലഹാശ്രമം, നൈമിഷം, ഫാൽഗുനം, സേതു, പ്രഭാസം, കാശി, പമ്പയും കുശസ്ഥലി, തഥാ കർദമാശ്രമം, മധുരാപുരം,
ബദര്യാശ്രമവും നന്ദ സീതാരാമാശ്രമങ്ങളും മഹേന്ദ്രം മലയം തൊട്ട കുലാചലമശേഷവും ഹരിപ്രതിഷ്ഠയും ഭക്തന്മാരും വാഴുമിടങ്ങളും പുണ്യദേശങ്ങൾ താൻ അങ്ങു ചെന്നു കർമ്മങ്ങൾ ചെയ്യുകിൽ അപ്പുണ്യവാന്മാർക്കുണ്ടാകും സഹസ്രാധികമാം ഫലം. ആർദ്ദൻ രൂപം സ്ഥിരചരമീ വിശ്വം സർവം ആഹരി ഏകസത്പാത്രമെന്നത്രേ പാത്രവിത്തമർത്തന്മതം. അതിനാലല്ലി ദേവർഷിമാരും അസനകാദ്യരും നിൽക്കവേ ഭഗവാൻ കൃഷ്ണൻ അഗ്രപൂജ നടത്തിനി. സർവജീവാശ്രയം വിശ്വവൃക്ഷത്തിൻ തായ്വേര് അവൻ. അതിനാൽ തത്പൂജനം താൻ സർവജീവാത്മതർപ്പണം. സ്വസൃഷ്ടമിദ്ദേവദൈത്യതിര്യഗാദിപുരങ്ങളിൽ ജീവാത്മാവായി വാഴുകയാൽ അദ്ദേവൻ പുരുഷസംജ്ഞനായി വർത്തിപ്പൂ. താരതമ്യേന ഭഗവാൻ മർത്യരാശിയിൽ ജ്ഞാനാംശം എത്രയുണ്ട് അത്രയ്ക്കൊരാൾ സൽപാത്രമായി വരും. ത്രേതാദിയിങ്കൽ അന്യോന്യാവജ്ഞമാനുഷജാതിയിൽ കാണുകയാൽ പ്രതിമാപൂജ നിശ്ചയിച്ചിതു പണ്ഡിതർ. അതിനാൽ പ്രതിമാപൂജ സശ്രദ്ധം ചെയ്യുകയാം ചിലർ. അർച്ചകൻ പുരുഷദ്വേഷിയെങ്കിൽ നിഷ്ഫലമർച്ചയും. തപോവിദ്യാതുഷ്ടിപൂർവം വേദമാം ഭഗവത്തനു ഭരിക്കയാൽ ബ്രാഹ്മണനെ ചൊൽവൂ സൽപാത്രമായി നൃപ. സ്വപാദധൂളിയാൽ 3 ലോകവും ശുദ്ധമാക്കുവോർ ബ്രാഹ്മണന്മാർ. ജഗദ്രൂപൻ കൃഷ്ണനും പരദൈവതം. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 14-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.